അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിൻ്റെ കൊലപാതക കേസിൽ വിചാരണ കോടതി വിധി ശരിവെച്ചുകൊണ്ട് പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് ഇന്നലെ പുറത്തു വന്നു. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞതിന് ശേഷമാകാം വീഡിയോ എന്ന് കരുതിയിരിക്കുകയാണ്. വിധിപ്പാർപ്പ് വായിച്ചു, വളരെ സന്തോഷം തോന്നി. പ്രതികളെ ശിക്ഷിച്ചു എന്നുള്ള മാത്രമല്ല, ഈ നിയമവ്യവസ്ഥകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ നിഷ്കൃഷ്ടമായിട്ട് പരിശോധിക്കുകയും പ്രതികൾക്കെതിരെയുള്ള തെളിവുകൾ ഇഴതിരിച്ച് പരിശോധിക്കുകയും ചെയ്തതിന് ശേഷം ഇവർ ചെയ്ത കുറ്റകൃത്യം നരഹത്യയുടെ നിർവഹണത്തിൽപ്പെടും. അതേസമയത്ത് തന്നെ ഇരയാക്കപ്പെട്ടയാൾ പട്ടികവർഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെ അതിക്രമങ്ങൾ തടയാനുള്ള നിയമത്തിൻ്റെ വ്യവസ്ഥകൾ കൂടി ഇതിൽ ബാധകമാക്കണം. അതുകൊണ്ട് ഇവർ കഠിനമായ ശിക്ഷയ്ക്ക് അർഹരാണ് എന്ന് കണ്ടെത്തുകയും പ്രതികൾ ആയ 12 പേർക്ക് 3 വീതം ജീവപര്യന്തം തടവ് ശിക്ഷകൾ വിധിക്കുകയും ചെയ്തു. 3 ജീവപര്യന്തം ഒരുമിച്ച് വിധിച്ചെങ്കിലും ശിക്ഷ എല്ലാം കൂടി ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. അതുകൊണ്ട് പ്രതികൾക്ക് 3 ജീവപര്യന്തത്തിന് തുല്യമായ കാലയളവ് കിടക്കേണ്ടതില്ല. 1 ജീവപര്യന്തം പൂർണ്ണമായിട്ടും അനുഭവിക്കേണ്ടതായിട്ട് വരും. മറ്റ് പല കൗണ്ടുകളിലും വേറെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. കൂടാതെ വലിയൊരു സംഖ്യ പിഴയായിട്ടും വിധിച്ചിട്ടുണ്ട്. ഈ പിഴ ഈടാകാത്ത പക്ഷം വേറെയും തടവ് ശിക്ഷ പറഞ്ഞിട്ടുണ്ട്.